ടികെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു മോഹൻ ബഗാൻ പരാജയപ്പെട്ടത്. ഈ ഒരു മത്സരത്തിന് ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഹെഡ് കോച്ച് ജുവാൻ ഫെറാൻഡോ മത്സരം തോൽക്കാനിടയായ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കളിയുടെ 9-ാം മിനിറ്റിൽ ദിമിത്രോസ് ഡയമൻഡോസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയത്. ഇതുപോലുള്ള പ്രയാസമായ മത്സരങ്ങളിൽ ടീം വർക്കും പ്രയത്നവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മോഹൻ ബഗാൻ പരിശീലകൻ അഭിപ്രായപ്പെട്ടു. ഇനി നമുക്ക് ജുവാൻ ഫെറാൻഡോയുടെ വാക്കുകളിലേക്കൊന്ന് വിശദമായി കടക്കാം. പരിശീലകന്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ഫുട്ബോൾ റിലേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. എല്ലാ മത്സരങ്ങളും ജയിക്കുക എന്നത് പ്രയാസമാണ്, എന്നാൽ എല്ലാ മത്സരങ്ങളും തോൽക്കുക എന്നതും ബുദ്ധിമുട്ടും കൂടിയാണ്. മോഹൻ ബഗാൻ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് നേടിയത്. ഈ കാലയളവിൽ 5 ഗോളുകൾ നേടുകയും 8 ഗോളുകൾ വഴങ്ങുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി ഗെയിമുകൾ കളിക്കുന്നത് തന്റെ ടീമിന് തിരിച്ചടിയാണെന്നും കളിക്കാർ ക്ഷീണിച്ചെന്നും ഫെറാൻഡോ പറഞ്ഞു. കഴിഞ്ഞ 7 ദിവസങ്ങളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, മുംബൈ സിറ്റി FC ഗോവ, കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നിവർക്കെതിരെ ഞങ്ങൾ 4 സുപ്രധാനമായ മത്സരങ്ങൾ കളിച്ചു. ഒരു മത്സരം തോൽക്കുമ്പോൾ 3 കളിക്കാരെ നഷ്ടപ്പെടും. മറ്റൊരു മത്സരം തോൽക്കുകയും 3 കളിക്കാരെ കൂടുതൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. കളിക്കളത്തിൽ കളിക്കാർക്ക് കളിക്കുന്നതിനും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഇന്നത്തെ ആദ്യ പകുതി കളിക്കാർക്ക് എല്ലാവർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. അനിരുദ്ധ് ഥാപ്പയെ പോലെ ധാരാളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരങ്ങൾ ചില ശാരീരിക പ്രശ്നങ്ങളുമായാണ് ഇന്നത്തെ ഈ ഒരു മത്സരം കളിച്ചത്. മത്സരം തോൽക്കാൻ ഇതൊക്കെയാണ് കാരണമെന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഹെഡ് കോച്ചായ ജുവാൻ ഫെറാൻഡോ പറയുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.